ഹലോ മച്ചന്മാരെ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട്. അപ്പോൾ നമ്മൾ കുറേ നാളായിട്ട് ഏതാണ്ട് 1.5-2 മാസമായിട്ട് നമ്മൾ വീഡിയോകളൊന്നും ഇടാതെ നമ്മൾ ചാനൽ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അതിനുശേഷമാണ് നമ്മളൊരു കിടുക്കച്ച് വീഡിയോ ഇട്ട് വന്നിരിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളൊരു മിനി ടേബിൾ സാധനം ഉണ്ടാക്കാൻ പോവുകയാണ്. അതായത് നമ്മുടെ ചെറിയ വർക്കിനൊക്കെ ഉള്ള കാർഡ്ബോർഡും അതുപോലെ തന്നെ നമ്മുടെ തെർമോക്കോളൊക്കെ കറക്റ്റ് ഷേപ്പിന് കട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു മോഡൽ സാധനമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടേബിൾ സാധനം കേട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ മച്ചാന്മാരെ, നമ്മൾ ഉണ്ടാക്കാൻ എടുത്തിരിക്കുന്ന ഒരു കാർഡ്ബോർഡ് ബോക്സാണ് ഇതേപോലത്തെ. ആ ഒരു കാർഡ്ബോർഡ് ബോക്സിൻ്റെ മുകൾ ഭാഗം മാത്രം നമ്മളിത് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ബാക്കി സൈഡെല്ലാം നമ്മൾ അതേപോലെ തന്നെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആ മുകൾ ഭാഗത്തുള്ള ഭാഗത്ത് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഇതേപോലെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം നമുക്കിത് ഇതുപോലത്തെ ഒരു അലൂമിനിയത്തിൻ്റെ ചെറിയൊരു ഷീറ്റ് വേണം. അതിൻ്റെ സെൻറ്റർ നമ്മൾ ഹോൾ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ചുറ്റിനും ഒരു സർക്കിൾ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്കിത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മളിത് ഒരു ബ്ലേഡിൻ്റെ മോഡലിൽ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ഒരു വി മോഡലിലാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത്. നമ്മളൊരു കത്രിക ഉപയോഗിച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം വീഡിയോ ഒരുപാട് ലെങ്ത് ആവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ സ്കിപ്പ് ചെയ്ത് പോകുന്നത്. അപ്പോൾ നമ്മളിത് അതേപോലെ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ ഒരു ബ്ലേഡിൻ്റെ മോഡൽ നമുക്ക് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ഒരു മിനി മോട്ടർ എടുക്കണം. ഇതേപോലത്തെ ഒരു മിനി മോട്ടർ മതി. നമുക്കൊരു 3 വാട്ടിൻ്റെയൊക്കെ മിനി മോട്ടർ മതി. അതിലേക്ക് ഇതേപോലത്തെ ഒരു ഏതെങ്കിലും ബാനയുടെ റീഫില്ലർ എടുക്കുക. എന്നിട്ട് നമ്മുടെ ആ ഒരു ബ്ലേഡിലേക്ക് ഇതേപോലെ ഒന്ന് കണക്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ മിനി മോട്ടറിലേക്ക് നല്ല ടൈറ്റായിട്ട് അങ്ങോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബ്ലേഡ് സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ സെറ്റാക്കി വെച്ച ആ ബ്ലേഡ് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച കാർഡ്ബോർഡിൻ്റെ അടിഭാഗത്തായിട്ട് വയ്ക്കണം. അതായത് നമ്മുടെ ആ ഒരു ബോക്സ് വയ്ക്കുമ്പോഴത്തേക്ക് അതിൻ്റെ അടിഭാഗത്തായിട്ട് ഈ മോട്ടർ വരത്തക്ക രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മളിത് ഇതേപോലെ വെച്ച് നല്ല ടൈറ്റായിട്ട് കുറച്ച് പശയൊക്കെ വെച്ച് നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കണം. കണ്ടില്ലേ, നല്ല ടൈറ്റായിട്ട് ഒട്ടിച്ച് സൈഡെല്ലാം നമ്മളൊന്ന് ക്ലിയർ ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മുടെ കാർഡ്ബോർഡ് ബോക്സ് എടുക്കുക. അതിൻ്റെ മുകളിലേക്ക് ഇതേപോലെ അങ്ങോട്ട് വെച്ചിട്ട് അതിൻ്റെ സൈഡ് ഭാഗം മാത്രം നമ്മൾ സെല്ലോ ടേപ്പ് വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് തുറക്കാനും അടയ്ക്കാനും പറ്റും. കണ്ടില്ലേ, ഇതേപോലെ തന്നെ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് വയ്ക്കാം. എന്നിട്ട് നമ്മുടെ അതിൻ്റെ വയർ കണക്ഷനൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിത് വേണമെങ്കിൽ അഡോപ്റ്റർ കൊടുത്ത് കറക്കാം, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ബാറ്ററി കൊടുക്കാം. അപ്പോൾ ഏതെങ്കിലും ബാറ്ററി എടുത്താൽ പോരാതെ ഇതുപോലത്തെ ഒരു ലിഥിയം ബാറ്ററി തന്നെ വേണം. അപ്പോൾ നമ്മളെടുത്തിരിക്കുന്ന 4000 mAh ഒരു ലിഥിയം ബാറ്ററിയാണ്. അപ്പോൾ ഇത് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കണക്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു കണക്ഷൻ നമ്മുടെ മോട്ടോർ ഡയറക്റ്റായിട്ട് കൊടുത്തിട്ട് ബാക്കി കണക്ഷൻ നമ്മൾ പുറത്തേക്ക് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെന്തിനെന്ന് വെച്ചാൽ നമ്മുടെ ബാറ്ററിയുടെ ചാർജ് കയറുമ്പോൾ ഈസി ആയിട്ട് എടുത്തിട്ട് ചാർജ് ചെയ്ത് തിരിച്ച് വയ്ക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പോൾ വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ടെസ്റ്റ് ചെയ്യാൻ എടുത്തിരിക്കുന്നത് കുറച്ച് തെർമോക്കോളാണ് കേട്ടോ. കുറച്ചേ കിട്ടിയുള്ളൂ. ഇനിയിപ്പോൾ നമ്മുടെ മോട്ടർ ഒന്ന് ഓണാക്കി കൊടുക്കാം. ഓക്കെ, അതെ, നല്ല പവർ കറങ്ങുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ തെർമോക്കോളൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അടിപൊളിയായിട്ടാണ് നമ്മൾ തെർമോക്കോൾ കട്ട് ചെയ്ത് പോകുന്നത്. കണ്ടില്ലേ, നല്ല കറക്റ്റ് ആ ഷേപ്പിൽ തന്നെ നമുക്ക് കട്ട് ചെയ്ത് കിട്ടുന്നുണ്ട്. അടിപൊളിയായിട്ട് തന്നെ കട്ട് ചെയ്യുന്നുണ്ട് മച്ചാന്മാർ. അടിപൊളി. ഇതേ കണ്ടില്ല, ആ ഒരു ഷേപ്പ് നമ്മൾ കട്ട് ചെയ്യുന്ന ആ സെയിം ഷേപ്പ് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അടുത്തായിട്ട് മച്ചാന്മാരെ നമ്മൾ കുറച്ച് കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതും അടിപൊളിയായിട്ട് തന്നെ കട്ടാവുന്നുണ്ട്. കണ്ടില്ലേ, അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ കാർഡ്ബോർഡും കട്ടായി വരുന്നുണ്ട്. അപ്പോൾ മച്ചാന്മാരെ, നമ്മൾ അവസാനമായിട്ട് കുറച്ച് തീപ്പെട്ടി കൊള്ളിയോട് വെച്ച് കട്ട് ചെയ്ത് നോക്കി. അതും സംഭവം നല്ല അടിപൊളിയായിട്ട് തന്നെ മുറിഞ്ഞ് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഈ ഒരു മിനി ടേബിൾസ് നല്ല പവർഫുള്ളാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മുടെ ഈ ഇത്രയും തീപ്പെട്ടി കൊള്ളിയും വെച്ച് മുറിച്ചപ്പോഴും മുറിഞ്ഞ് പോയിരിക്കുന്നത്. അപ്പോൾ മച്ചാന്മാരെ, നമ്മുടെ ഈ ഒരു മിനി ടേബിൾസ് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ ലൈക്ക് താഴെ കൊടുക്കേണ്ടതാണ്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ എന്തായാലും താഴെ പറയുക കേട്ടോ. പിന്നെ ഇതുപോലത്തെ കിട്ടുന്ന വീഡിയോസൊക്കെ നമ്മൾ ഉടനെ തന്നെ ഇടുന്നതാണ്. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലോട്ടനൊക്കെ അളന്ന് കൊടുത്തേക്കുക. അപ്പോൾ ഇതിൽ നല്ലൊരു അടിപൊളി വീഡിയോ ഇട്ട് വീണ്ടും കാണാം. അതിലേക്ക് ഇറ്റ്സ് മീ ആദിത്യൻ സൈനിങ് ഔട്ട്.